ഹലോ, നമ്മൾ ഈ ഒരു മിനിമലിസ്റ്റിന്റെ അണ്ടർആം റോളോന്റെ ഒരു റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു കക്ഷത്തിൽ ഉണ്ടാവുന്ന കറുത്ത നിറം കുറയ്ക്കാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെൽ ഓർഡർ കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഇതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇത് കുറെ മേടിച്ചിട്ട് അതേപോലെ തന്നെ കുറച്ച് ഒരു 3-4 പെർഫ്യൂമുകളോട് പുതുതായിട്ട് മേടിച്ചിട്ടുണ്ട്. അതെന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 4 മൊത്തം ഞാൻ 5 മേടിച്ചാണ് കേട്ടോ. പക്ഷെ ഈ ആർട്ട്ലീൻ്റെ ഒന്നൊരു നമ്മുടെ ഗ്ലാസ് ബോട്ടിലായിരുന്നു, വരുന്ന സമയത്ത് അത് പൊട്ടി തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് നമ്മളെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻ കൊടുത്തപ്പം പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യേണ്ട, പകരം അവൻ എനിക്ക് ആ ഒരു എമൗണ്ട് 300 സംതിങ് റീഫണ്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു റിവ്യൂ ആണ് ചെയ്യുന്നത്. ഇത് പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ആമസോണിൽ ഞാൻ പ്രൊഡക്റ്റുകൾ മേടിച്ചപ്പം അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. ഇത് ഞാൻ കുറെ റിവ്യൂ കണ്ടിട്ടും കൂടെ മേടിച്ചത്. അതായത് എനിക്ക് അണ്ടർആം ഡാർക്ക്നെസ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര വലിയ കാര്യപ്പെട്ട പ്രശ്നമല്ല. നമുക്ക് എന്തായാലും ഇവിടെ ആ ഒരു ഹെയർ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ചെറിയ ലൈറ്റ് കളർ, ഒരു ചെറിയൊരു കളർ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ ഒരു സ്കിൻ പോലെ എന്തായിരിക്കുമല്ലോ, കാരണം ഇവിടെ നമുക്ക് രോമം കുറവാണ്, പക്ഷെ നമ്മൾ അണ്ടർആംസിൽ എന്തായാലും ഹെയർസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ചെറിയ കളർ വ്യത്യാസമാണ് കാണുന്നത്. അല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ, ചില സ്കിന്ന് നമുക്ക് നോക്കിയാറേ വല്ല ഇരിക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഭയങ്കര ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കഴുത്തിന്റെ ബേക്കിലും അണ്ടർആംസിലും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊരു ഡാർക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്താ പറയുക, ആ ഒരു ഹോർമോണിന്റെ ഒക്കെ ഇതായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ കുറയും. അതേപോലെ തന്നെ നമ്മൾ അതിന്റെ പ്ലസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഞാൻ വീഡിയോയ്ക്ക് മാത്രം ഇതുവരെ പുറത്ത് സ്ലീവ്ലെസ് ഇട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കെന്തോ അത്ര വലിയ കംഫർട്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഒക്കെ ഇടുന്ന സമയത്താണെങ്കിൽ എന്തായാലും നമ്മളെ ഈ ഒരു അണ്ടർആം ഈ ഒരു ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അത്ര നന്നായിരിക്കില്ല. എന്നല്ല, നമുക്കതൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമുക്കൊരു മടിയായിരിക്കും, അയ്യോ കൈ വെക്കുമ്പോൾ ആരെയും കറുത്ത കളറായിട്ട് കാണുന്നൊക്കെ ടെൻഷൻ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം എന്നാണ് ഞാൻ കാണിക്കുന്നത്. കുറെ മുൻപ് കത്തി വെച്ചു അല്ലേ. അപ്പം ഇത് വന്നിട്ട് നമ്മുടെ മിനിമലിസ്റ്റിന്റെ പെപ്റ്റൈഡ് പ്ലസ് AHA 0.6% വരുന്ന അണ്ടർആം റോൾ ആണ് വിത്ത് മാനലിക് ആസിഡ്, അതേപോലെ തന്നെ ബ്യൂട്ടിൽ റിസോഴ്സിനോൾ പ്ലസ് ലിക്വറൈസ് എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇതേപോലെ അണ്ടർആംസിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിസ്കളറേഷൻ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് നമ്മളായിട്ട് എഴുതിയിട്ടുണ്ട്, കൺട്രോൾസ് ഓഡോ പ്ലസ് ഫെയ്ഡ് അണ്ടർആം ഡാർക്ക്നെസ്, എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. 40 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇതിന് 399 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു നമ്മളുടെ എന്താ പറയാ മിനിമലിസ്റ്റിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വിഷ് കെയറിന്റെ, പിന്നെ കാമസിന്റെ, പിന്നെന്തായിരുന്നു കാമസി, വിഷ് കെയർ, കെമിസ്റ്റെറ്റിപ്ലെ, ദിവ്യ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഇതിൽ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ ഫ്രാഗ്രൻസ് ഇല്ല കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ദിവ്യൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയാണ്, പക്ഷെ അതിൽ കുറച്ചും കൂടെ നമുക്ക് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ കുറച്ചും കൂടെ ഒരു അധികം ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കുറവാട്ടോ. ഇതാണെങ്കിലും നമ്മുടെ കാമസി ആണെങ്കിലും കെമിസ്റ്റെറ്റിപ്ലെ ആണെങ്കിലും ഒക്കെ നല്ല തന്നെയാണ്. അതൊക്കെ എനിക്ക് എന്താ പറയുക നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്, പ്ലസ് നമുക്ക് ആ ഒരു ഓഡർ കൺട്രോളും ഉണ്ട്. പിന്നെ നമ്മളുടെ എന്താ പറയുക ഡാർക്ക്നെസ് ഒക്കെ കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതും അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ഈ ഒരു അണ്ടർആംസിലെ ഡാർക്ക്നെസ്സിനെ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്രാഗ്രൻസും കൂടി ഉണ്ടാവും. പക്ഷെ ചിലർക്ക് ഈ ഒരു ഫ്രാഗ്രൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു അണ്ടർആംസിലും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യും, ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇതിൽ ഫ്രാഗ്രൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റ് ആണ്. അതേപോലെ തന്നെ സേഫ് ടു യൂസ്, നോൺ ഇറിറ്റന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുളി കഴിഞ്ഞിട്ട് രാവിലെ ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ രാവിലെ എണീച്ച് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യാൻ വെച്ചപ്പോൾ വേർപ്പൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് എന്തായാലും നമ്മൾ രാവിലെ കുളിക്കല്ലോ, കുളി കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ 2 അണ്ടർആംസിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം. അപ്പൊ നമുക്കിത് ബാത്റൂമിൽ തന്നെ വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. കാരണം നമ്മൾ വന്നിട്ട് ഉടനെ തന്നെ ഡ്രസ്സ് ഇടല്ല, അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ പറയണത് ആ രാവിലെ സമയത്ത് നമ്മളിത് യൂസ് ചെയ്യാനായിട്ടാണ്. ചില സമയത്ത് ഞാൻ രാത്രി കുളി കഴിയുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നായിട്ട് ഞാൻ അണ്ടർആം യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് എപ്പോഴും ഞാൻ പല വീഡിയോസിലും മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറെ പെർഫ്യൂം അടിക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ എപ്പോഴും അണ്ടർആം റോളാണ് കംഫർട്ട്. ഭയങ്കരമായിട്ട് വേർക്കുന്നു, അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വേർപ്പ് ഇപ്പോഴും ഉണ്ട്, പക്ഷെ കുറെ ആ ഒരു ബാഡ് സ്മെല്ല് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് ഇതേപോലെ അണ്ടർആം റോൾ യൂസ് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഏതാണ് ആയിക്കോട്ടെ, അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം അറിയാണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ എന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്മെല്ല്, ഭയങ്കര വിയർപ്പ് നാറ്റം എന്ന് പറയില്ലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം
ഇതേപോലെ പുളിയുന്ന സമയത്ത് ഞാനൊരു ബോഡി ലോഷനൊക്കെ സ്കിന്നിൽ അപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ ഏതെങ്കിലും സ്പ്രേ ഒക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല എന്താ കഴിച്ചു അതൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക മൊത്തത്തിലുള്ള ആ ഒരു ഇതൊക്കെ മാറും കേട്ടോ. ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് നല്ല സുഗന്ധം നമ്മുടെ സ്കിന്നിന് കിട്ടും കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ പെർഫ്യൂം ഒക്കെ കൂടെ അടിക്കും കേട്ടോ. അപ്പം ഇത് മെയിനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സാധനത്തിനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ. ഇതിൽ AHA അതേപോലെ തന്നെ BHA കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആ ഒരു സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാനറിയോ? പൊതുവെ ഉള്ള പ്രൊഡക്റ്റുകളല്ലേ മിക്കവാറും ആ ഒരു ഫ്രാഗ്രൻസ് തരുമ്പോൾ നമുക്ക് ആ ഒരു കൺട്രോൾ ഓടോ മണം പോകുന്നത് തോന്നില്ലേ? ഇതിൽ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇവർ പറയണത് നിങ്ങൾ ഒരു മണം തന്നുകൊണ്ട് കുറയ്ക്കുക എന്നുള്ളതല്ല, പകരം നമ്മുടെ ഈ ഒരു ഇതിന് വേർപ്പിന്റെ ആ ഒരു സ്മെല്ലിന് കാരണമാകുന്ന ബാക്ടീരിയാസ് ഉണ്ടാവുമല്ലോ, ആ ബാക്ടീരിയാസിനെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു വേർപ്പിന്റെ നാറ്റം കുറയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്മെല്ല് കിട്ടുന്ന പറയില്ലേ എക്സ്പെക്ട് ചെയ്യരുത്. പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ ഡൈ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അങ്ങനത്തെ ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ അണ്ടറാം ഷേവ് ചെയ്ത ഉടനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ചെറിയൊരു നീറ്റിൽ പോലെ തോന്നാറുണ്ട് കേട്ടോ. കാരണം അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് പൊട്ടി അല്ലെങ്കിൽ എന്താ ഷേവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ സ്കിന്നല്ലേ ഇവിടെ കുഞ്ഞൊരു മുറിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു നീറ്റിൽ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അലുമിനിയം ഫ്രീ ആണ്. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ 9 കോമ്പിനേഷൻ ഓഫ് അമിനോ ആസിഡ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ഇതിൽ വന്നിട്ട് നമ്മുടെ ഡിസലൈൻ ഗ്ലൈക്കോൾ വരുന്നുണ്ട്. എന്താ പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ ബാഡ് ഓർഡർ. അതായത് നമ്മുടെ ഈ ഒരു ദുർഗന്ധത്തിന് കാരണമാകുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ട് നമ്മുടെ പറഞ്ഞ പെപ്റ്റൈഡ് വരുന്നുണ്ട്. ഈ ഒരു മാൻഡലിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, അതൊക്കെയാണ് പറഞ്ഞത് ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ. അപ്പം pH ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതൊക്കെയാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒന്നുകൂടെ ചുരുക്കിയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറയാം. നമുക്ക് ഇതേപോലെ അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യണം. ഒറ്റയടിക്ക് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊന്നും ഈ ഒരു അണ്ടർ ആംസിലെ ഡാർക്ക്നെസ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഫെയ്ഡ് ആയി പോകുന്നു വിചാരിക്കരുത്. ഒരു 1 month ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു മിനിമലിസ്റ്റിന്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ കാമസിന്റെ നല്ലതാണ്, കെമിസ്റ്ററ്റ് ബ്ലൈൻഡ് നല്ലതാണ്, കുറച്ചും കൂടി ഒരു സ്ട്രോങ് സ്മെല്ലാണ്. വിഷ് കെയറിൻ്റെ വളരെ നല്ലതാണ്, പക്ഷെ അതിൻ്റെ ഒരു ചാത്തൻ സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ആ വിഷ് കെയറിൻ്റെ പിന്നെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ചിലപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തല ചേർക്കില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു കുത്തണ സ്മെല്ലില്ലേ, അതേപോലത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ. പക്ഷെ ചിലർ പറയുന്നത് ഭയങ്കര രസമുണ്ടെന്ന്. ഞാൻ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് തന്നെയാണ്. പക്ഷെ കാമസിൻ്റെ അതിൻ്റെയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. വേറൊരു ബ്രാൻഡ് കൂടെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല. ബോഡി വൈസിൻ്റെ നല്ല തന്നെയാണ് കേട്ടോ, അടിപൊളി സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഫ്രാഗ്രൻസ് ഒന്നും വേണ്ട, നല്ല റിസൾട്ട് തരുന്നൊക്കെ ആണെങ്കിൽ ഇതും വളരെ നല്ല തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു അണ്ടർ ആം ഡാർക്ക്നെസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഇപ്പം ഈ ഒരു 6-ാം തീയതി വരെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ സെയിൽ ലൈവാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ മേടിച്ചുള്ള ഒരു പെർഫ്യൂമുകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തത്, നമ്മുടെ എൻഗേജിന്റെ FM എന്താ പറയുക ഓഡിയോ പെർഫ്യൂം ആണ് വരുന്നത്. ഇത് 100 ml ബോട്ടിലാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 100 ml 259 രൂപ കേട്ടോ. ഇതിന് 259 രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് കാണിക്കുന്നത്. ശരിക്കും 499 499 രൂപയാണ്. ഇപ്പോൾ ഓഫറിലായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിന് കിട്ടുന്നത്. അത് അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിന്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഒരു സിട്രസ്, ഒരു ഫ്ലോറൽ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഒരു ചെറിയ സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലാണ്. കുറച്ച് അധികം നേരം തന്നെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു വാനില കപ്പ് കേക്കിന്റെ ഒക്കെ ആ ഒരു സ്മെല്ല് ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് വാനിലയാണ് ഇഷ്ടമെങ്കിൽ ഇത് വന്നിട്ട് പ്ലമ്മിന്റെ ഒരു ബോഡി മിസ്റ്റ് ആണ്. വാനില വൈബ്സ് ആണ് കേട്ടോ ഇതിന്റെ ആ ഒരു സ്മെല്ല്. ആ ഒരു പേര് പറയുന്നത് കറക്റ്റ് വാനിലേന്റെ ആ ഒരു നോട്ടാണ് തോന്നുന്നത്, വേറെ ഒന്നും തോന്നില്ല. വാനില ആ ഒരു കേക്ക് എങ്ങനെ മണക്കുന്നുണ്ടാകും, ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് 395 രൂപയാണ് കേട്ടോ. 100 ml ഈ ഒരു ബോട്ടിലിന് 395 ആണ്. അപ്പൊ നിങ്ങൾക്ക് വാനിലേന്റെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും വാനില ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തൊക്കെ വേണ്ടി പറ്റുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഈ ഒരു പ്ലമ്മിന്റെ വന്നിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു പ്ലമ്മിന്റെ തന്നെ ഈ ഒരു ഹവാലിയൻ റൂബ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഭയങ്കര ഫാൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്.
ഞാൻ അത്ര വലിയ ഫാൻ അല്ലെങ്കിലും ആ ഒരു സ്മെല്ല് നല്ലതാണ്. ഒരുപാട് നേരമൊന്നും ലാസ്റ്റ് ചെയ്യില്ല, ഒരു 2-3 മണിക്കൂറൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ സ്മെല്ല് കൊള്ളാം. ഇതിന്റെ റേറ്റ് വരുന്നത് 550 രൂപയാണ്. ഇത് 150 ml ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടെ വലുതാണ്. ഇതും ഒരു ഭയങ്കര ഫ്രഷ് സ്മെല്ലാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരു ബീച്ച് അല്ലെങ്കിൽ ഒരു പീച്ച് അല്ലെങ്കിൽ ലിച്ചി അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ, സിട്രസ് ഒരു സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ ഒരു വാനില വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ ഈ ഒരു പ്ലമ്മിന്റെ ഈ ഒരു ഹവാലിയൻ റൂംബ എന്ന് പറയുന്നത്. 100% വാഗൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ഷോപ്പുകളൊക്കെ എല്ലാ ഷോപ്പുകളിലും കാണുന്നതാണ് നമ്മുടെ ഈ ഒരു എൻഗേജിന്റെ പെർഫ്യൂം സ്പ്രേ എന്ന് പറയുന്നത്. ഇതൊരു സിട്രസ് ആ ഒരു സ്മെല്ലൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു ഫ്ലോറൽ വാനില സ്മെല്ലൊക്കെയാണ് കേട്ടോ. സിട്രസ് ആരോമാറ്റിക് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള നോട്ട്സ് പറയുന്നത്. W3 സിട്രസ് ആരോമാറ്റിക്. ഇതിന് ഭയങ്കര അഫോർഡബിൾ ആണ്, 230 രൂപയുടെ. പക്ഷെ നമുക്ക് ഓഫറിനൊക്കെ നല്ല കുറവിൽ കിട്ടും കേട്ടോ. അപ്പം ഇതിന്റെ മിക്കവാറും എല്ലാ റേഞ്ചും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറെ ഈ ബോട്ടിൽ കുറെ വ്യത്യാസം വരുന്ന ഇഷ്ടംപോലെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഒരു പെർഫ്യൂമിന്റെ റേഞ്ചൊക്കെ പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുന്നൊക്കെ വേണ്ടി മറക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.